വയനാട് ഉരുൾപൊട്ടലുണ്ടായി. അതിൻ്റെ പേരിൽ നമ്മുടെ ഗവൺമെൻറ് ഓണാഘോഷം ഇപ്രാവശ്യം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഓണാഘോഷം വേണമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ സർക്കാരിന് പറയാം, അവിടെ ഇങ്ങനെ കഷ്ടമാണ്, ആളുകൾ ഈ ദുരിതമനുഭവിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓണാഘോഷം നടത്തിയാൽ ശരിയാവില്ല. അപ്പം സർക്കാർ ഓണാഘോഷം നടത്തിയാലും പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും പറയും, ആളുകളിവിടെ കഷ്ടപ്പെടുന്ന സമയത്ത് അവർ ഓണാഘോഷം നടത്തി പൈസ ദൂർത്തടിക്കണമെന്ന് പറയും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഓണാഘോഷം നടത്താതിരുന്ന അവർക്ക് ദോഷമുള്ളത് ഗുണമൊന്നും ഉണ്ടാവില്ല. കാരണം കേരളം എന്ന് വെച്ചാൽ ഒരു ടൂറിസ്റ്റുകളുടെ ഏരിയയാണ്, ടൂറിസ്റ്റുകളുടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണെന്ന് പറയാം. നമുക്കിവിടെ വലിയ ഇൻഡസ്ട്രീസ് വരാൻ പോകുന്നില്ല. വലിയ ഇൻഡസ്ട്രീസ് വന്നാൽ അവിടെ കൊണ്ട് കൊടി കുത്താനും യൂണിയൻ ഉണ്ടാക്കാനും അത് കുളം തോണ്ടാനും ഒക്കെ ഉള്ള പാർട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പം പ്രധാന ഒരു വരുമാന മാർഗ്ഗം ടൂറിസമാണ്. ഒരു ഹോപ്പുള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ ടൂറിസമാണ്. വയനാട് ഇതിൻ്റെ ടൂറിസത്തിൻ്റെ ഒരു പ്രധാന സ്പോട്ടാണ്. അത് കേരളത്തിനകത്തുള്ളവരെന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ളവരും മറ്റുള്ള ഇന്ത്യക്കാരുടെ ഒരു പ്രധാന സ്പോട്ടായിരുന്നു വയനാട്. പക്ഷേ ഇപ്പോഴും കേരളത്തിനെതിരെ വലിയ പ്രചാരണം നടത്തുന്നുണ്ട്. അത് ഇവിടെ ഭയങ്കര വെട്ടിപ്പാണ്, തട്ടിപ്പാണ്, ഈ ഉരുൾപൊട്ടലാണ്, മലവെള്ളപ്പാച്ചിലാണ്, വനനശീകരണമാണ്, അങ്ങോട്ടൊന്നും പോകരുത്, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രചാരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ടൂറിസ്റ്റുകളുടെ എണ്ണം കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. വയനാടും പ്രധാനമായിട്ടും കേരളത്തിലെ എല്ലാ ഹില്ലി ഏരിയകളിലും ടൂറിസ്റ്റുകളുടെ എണ്ണം കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങനെ ടൂറിസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞാൽ അവരുടെ പൈസയും മുട്ടും. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വസ്തു നഷ്ടപ്പെട്ടവർ, വരുമാനം നഷ്ടപ്പെട്ടവർ, അവർക്കുള്ള പുനരധിവാസവും വീടും നഷ്ടപരിഹാരം എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കണമായിരുന്നു. അതായിരുന്നു ഇതിനുള്ള ഏറ്റവും ബെസ്റ്റ് റെമഡി. അല്ലാതെ ഈ ഓണാഘോഷം മാറ്റി വെച്ചാൽ എല്ലാവർക്കും ദോഷം ഉണ്ടാവുള്ളൂ. കാരണം വേറൊരു കാര്യം, നമ്മൾ ഈ പൈസയ്ക്ക് മൂല്യം ഉണ്ടാകുന്നത് പൈസയുടെ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ്. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപ ഉണ്ടെന്ന് വെച്ചോ, ആ 1 ലക്ഷം രൂപ നമ്മളിപ്പോൾ ഒന്നും ചെയ്യാതെ പൂഴ്ത്തി വെച്ചിരുന്നു, വീട്ടിൽ ചുമ്മാ പൂഞ്ഞുകൊണ്ട് വെച്ചിരുന്നു. ഒരു 10 വർഷം കഴിഞ്ഞ് ആ പൈസ മുടക്കിയാൽ അതിന് എത്ര മൂല്യം ഉണ്ടാവും? ഇപ്പോൾ നമുക്ക് ആ 1 ലക്ഷം രൂപ കൊണ്ട് 2 പവൻ്റെ സ്വർണ്ണം വാങ്ങിക്കാൻ പറ്റും. 10 വർഷം കഴിയുമ്പോൾ ആ 1 ലക്ഷം രൂപ കൊണ്ട് നമുക്ക് 1 പവൻ്റെ സ്വർണ്ണം വാങ്ങിക്കാൻ പറ്റുള്ളൂ. കാരണം ഇൻഫ്ലേഷൻ ആവും, രൂപയുടെ മൂല്യം കുറയും അങ്ങനെ വരുമ്പോൾ. അതേസമയം നമ്മൾ ഈ പൈസ ബാങ്കിലിട്ടാലോ, ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് തരും. ആ ബാങ്കിന് എങ്ങനെ പൈസ കിട്ടുന്നു? ബാങ്ക് ആ പൈസ എടുത്ത് മറ്റുള്ളവർക്ക് ലോൺ കൊടുക്കുന്നു. അവർ കച്ചവടം നടത്തി ലോൺ അടയ്ക്കും, അതിൻ്റെ ഇൻട്രസ്റ്റ് എടുക്കും, അതിൻ്റെ ഒരു പങ്ക് നമുക്ക് കിട്ടും. അങ്ങനെയല്ലേ പരിപാടി? അതാണ് പൈസയുടെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. പൈസ നമ്മൾ ചിലവാക്കിയ അതിനുള്ള ഗുണവും നമുക്ക് കിട്ടും. അതാണ് പൈസയുടെ അവസ്ഥ. അപ്പോൾ നമ്മൾ പൈസ കുറച്ചൊക്കെ ചിലവാക്കണം. നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവർ അധികം ഒന്നും പൈസ ചിലവാക്കുന്ന ആളുകളൊന്നുമല്ല. കഷ്ടപ്പെട്ട് എല്ലും മുറിയെ പണിയെടുക്കും. മറ്റുള്ള ഏകദേശം എല്ലാ രാജ്യങ്ങളെക്കാളും കൂടുതൽ നമ്മൾ കാര്യമായിട്ട് കഷ്ടപ്പെടും. അതിനെപ്പറ്റി പക്ഷേ നമ്മളധികമൊന്നും പറയാറില്ല. ഇപ്പോൾ തന്നെ നമ്മൾ സൗദിയിലൊക്കെ പോയല്ലേ അധ്വാനിക്കണത്. അവിടെ തന്നെ ആ ചൂടത്ത് വെയിലത്ത് കിടന്നാലും നമ്മൾ അധ്വാനിക്കണത്. എത്ര നേരം നമ്മൾ അധ്വാനിക്കും? അത് കണക്ക് നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. അതാണ് നമ്മൾ കേരളീയർ, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ. ആ ഇന്ത്യക്കാർ നമുക്ക് പൈസ ചിലവാക്കുന്ന കാര്യത്തിൽ വലിയ ഇതൊന്നുമില്ല. പക്ഷേ സായിപ്പന്മാരൊക്കെ ആണെങ്കിൽ, വെള്ളക്കാരാണെങ്കിൽ അവർ കുറേ കഷ്ടപ്പെടും. എന്നിട്ട് ആ പൈസ കഴിഞ്ഞ വീക്കെൻഡെന്ന് വെച്ചാൽ അവർക്ക് ശനിയും ഞായറുമാണ് വീക്കെൻഡ്. നമ്മളെപ്പോലെ ഞായറാഴ്ച മാത്രമല്ല, ആ വീക്കെൻഡിൽ അവർ എവിടെയെങ്കിലുമൊക്കെ പോയി ആഘോഷം അങ്ങ് തീർക്കും. അതുകൊണ്ട് തന്നെ ഈ ഡോളറിനും ഒരു വിലയുണ്ട്. നമ്മൾ അധികമൊന്നും ആഘോഷിക്കാറില്ല. അതുകൊണ്ട് നമ്മുടെ പൈസയ്ക്കും വലിയ വിലയില്ല. നമുക്ക് ആപ്പാടെ ലീവ് കിട്ടുന്നത് ഞായറാഴ്ച മാത്രം. പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ ഞായറാഴ്ചയുടെ പകുതി ചില ദിവസം ഫുള്ളോ പള്ളിയിൽ അങ്ങ് തീരും. പിന്നെ നമുക്ക് ആഘോഷിക്കാൻ എന്ത് സമയം ഇരിക്കണം? നമുക്ക് ആഘോഷിക്കാൻ പറ്റിയ സമയമാണ് ഇതുപോലെ ഓണാഘോഷവും കേരളീയവും ക്രിസ്മസും അങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങൾ. അല്ലാതെ വേറൊന്നും അധികം നമുക്ക് ആഘോഷിക്കാനുള്ള സമയങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ സമയത്ത് ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളൊക്കെ വരുമ്പോഴൊക്കെയാണ് നമുക്ക് കുറച്ചൊക്കെ ആഘോഷിക്കാൻ പറ്റുന്നത്. അതൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഈ സ്കൂൾ അവധിയാവണം, ആ സമയത്തായിരിക്കും ഉത്സവങ്ങളൊക്കെ കൂടുതൽ നടക്കുന്നത്. അല്ലാതെ നമുക്ക് വേറെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല. നമ്മൾ ആഘോഷിക്കുന്നത് കാണുന്നത് മറ്റുള്ളവർക്ക് ചില കലിപ്പൊക്കെയാണ്. ഇപ്പോൾ നമ്മുടെ ബസ്സിനെ കണ്ടില്ലേ, മറ്റേ ആക്സിഡൻറ്റ് നടന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബസ്സുകളുടെ കളറെല്ലാം വെള്ളയാക്കി. കാരണം വെള്ള അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ബസ്സിന് ആക്സിഡൻറ്റ് നടക്കാതിരിക്കുമോ? അല്ലെങ്കിൽ ആ ബസ്സിൻ്റെ കളർ കാരണമാണ് ആക്സിഡൻറ്റ് നടന്നത്? അല്ലല്ലോ. അത് നമ്മൾ പോകുന്ന ആഘോഷം കാണുമ്പോൾ ചിലർക്ക് കണ്ണുകടി. അതുകൊണ്ട് ബസ്സിൻ്റെ കളറങ്ങ് വെള്ളയാക്കി. നമ്മൾ എത്ര വന്നിട്ടും കാര്യമില്ല. നമുക്ക് കാണാൻ സ്വാതന്ത്ര്യം നമുക്കില്ലല്ലോ. നമുക്കെതിരെ നമ്മളൊക്കെ ഭരിക്കാനുള്ള സ്വാതന്ത്ര്യം ഗവൺമെൻറ്റിനുണ്ട്, മറ്റുള്ള സാധനങ്ങൾക്കുണ്ട്.
പക്ഷേ നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല. നമ്മുടെ ആഘോഷങ്ങളൊക്കെ മുടക്കി ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റിയ റയർ അവസരങ്ങളാണ് ഇങ്ങനെ ടൂർ പോകുന്ന സമയങ്ങളിലൊക്കെ. ബസ്സൊക്കെ കാണുമ്പോൾ നല്ല വണ്ടിയിൽ പോകുന്നതൊക്കെ ഒരു ആഘോഷമാണ്, ഒരു സന്തോഷമാണ്. പക്ഷേ നമുക്ക് അങ്ങനെ ഇപ്പോൾ അങ്ങനെയുള്ള സന്തോഷങ്ങളൊക്കെ അധികം കുറവാണ്. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ നമ്മൾ മാക്സിമം ഇങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങൾ നടത്താൻ നോക്കണം. ചെയ്യാൻ പറ്റുന്നത് ഈ വയനാടുകാരെ പുനരധിവസിപ്പിക്കണം, അവർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കണം, അവർക്ക് ബാക്കിയുള്ള സഹായങ്ങൾ എന്തെങ്കിലും വേണം, അതൊക്കെ ചെയ്യണം. അല്ലാതെ ഈ ആഘോഷം നിർത്തിയെന്ന് പറഞ്ഞാൽ നമുക്ക് ദോഷമല്ലാതെ ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, കേൾക്കുമ്പോൾ ചെറിയൊരു വിഷമം. നമ്മുടെ നാടൊക്കെ അല്ലേ, എന്തെങ്കിലുമൊക്കെ പുരോഗമനമൊക്കെ ഉണ്ടാവണ്ടേ, ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ജീവിക്കാനുള്ള പൈസയൊക്കെ ഉണ്ടാകണ്ടേ. ഈ പൈസ തന്നെ നമ്മളിപ്പം ഈ കേരളീയവും ഓണാഘോഷം നടത്തുന്നു. ഈ ഗവൺമെൻറ് മുടക്കുന്ന പൈസയൊക്കെ നേരെ അവരുടെ രാഷ്ട്രീയക്കട പോകലിട്ടൊന്നും അല്ലല്ലോ പോകുന്നത്. ഈ പരിപാടി നടത്തുന്ന ഈ കലാകാരന്മാരുണ്ട്, അവർക്ക് പൈസ കിട്ടില്ലേ? എത്ര പേരുണ്ട്? ആയിരക്കണക്കിന് പേരുണ്ട്. മാത്രമല്ല ഈ സ്റ്റേജ് കെട്ടുന്നവർ, ഈ പന്തൽ പണിയുന്നവർ, ഈ സീരിയൽ ലൈറ്റ് ഇടുന്നവർ, സൗണ്ടുകാർ, വേറത് കച്ചവടക്കാർ. എത്ര ആയിരക്കണക്കിന് കച്ചവടക്കാർ ഇവിടെ ഉള്ളത്. കപ്പലണ്ടി വിൽക്കുന്നവരുണ്ട്, മലക്കറി വിൽക്കുന്നവരുണ്ട്, പാനിപ്പൂരി വിൽക്കുന്നവരുണ്ട്, കളിപ്പാട്ടങ്ങൾ വിൽക്കുന്നവരുണ്ട്, ഇലക്ട്രോണിക് സാധനങ്ങൾ വിൽക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ധാരാളം കച്ചവടക്കാർ നമുക്കുണ്ട്. അവർക്ക് പൈസ കിട്ടൂലേ? മാത്രമല്ല നമ്മൾ ഇതിനു വേണ്ടി ആഘോഷത്തിന് വേണ്ടി പോകുമ്പോൾ നമ്മളിപ്പം കാറിലാണ് പോകണമെങ്കിൽ അല്ലെങ്കിൽ ബൈക്കിലാണ് പോകണമെങ്കിൽ നമ്മളിപ്പോൾ 100 രൂപയ്ക്കോ 500 രൂപയ്ക്കോ പെട്രോൾ അടിക്കും. അതിൻ്റെ പകുതി പൈസയും പോകുന്നത് ഗവൺമെൻറ്റിലോട്ടല്ലേ. ഈ ഓണാഘോഷം നിർത്തി വെച്ചാൽ പിന്നെ നമ്മളങ്ങോട്ട് പോവുമോ? ആ പൈസ ഗവൺമെൻറ്റിലോട്ട് കിട്ടുമോ? ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ. നമ്മളിപ്പം ആഘോഷമൊക്കെ നിർത്തി വെച്ചാൽ പൈസ നമ്മൾ ചിലവാക്കാതെ ഇരിക്കും, പൈസയുടെ മൂല്യവും കുറയും. ഗവൺമെൻറ് പൈസ കിട്ടുകയില്ല. ഗവൺമെൻറ് 20 കോടി മുടക്കിയാൽ 20 കോടി ഉണ്ടാക്കാനൊക്കെ പറ്റുമായിരുന്നു വേറെ ഏതെങ്കിലുമൊക്കെ വഴി. പക്ഷേ ഇപ്പോൾ അതിനുള്ള ഒരു മാർഗ്ഗം അങ്ങ് അടഞ്ഞിരിക്കുകയാണ് ഇപ്രാവശ്യം. അപ്പോൾ നമുക്ക് ഭാവിയിലെങ്കിലും ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നിട്ട് അതിനുള്ള തീരുമാനം എടുത്താൽ നമുക്ക് കൊള്ളാം. അല്ലാതെ എന്ത് പറയാൻ, നമുക്ക് ഇതിനെ പറയാനല്ലേ പറ്റൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ മാധ്യമങ്ങളിൽ എന്തെങ്കിലും ഒരു കച്ചിത്തിരുമ്പ് കിട്ടിയാൽ നോക്കിക്കൊണ്ടിരിക്കണം. എന്തെങ്കിലും കിട്ടി അവിടെ പിടിച്ച് ഒരു സെൻസേഷണൽ ന്യൂസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ഇരിക്കുന്നു. അവർക്ക് എന്തെങ്കിലും ന്യൂസ് കിട്ടിയാൽ മതി. പക്ഷേ അനുഭവിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ജനങ്ങളാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിട്ട് മാത്രം മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.